ബ്രേക്ക് 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 ഫ്രണ്ടിൽ നിന്ന് വണ്ടിയുണ്ട്. ബ്രേക്ക് 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 അപ്ലൈ ബ്രേക്ക് അപ്ലൈ. ആ ആള് ഒറ്റയ്ക്ക് ഓട്ടിക്കുന്നുണ്ട് കേസ്. ഞാൻ ഇവിടെ കൂടെ ഇങ്ങനെയൊക്കെ ഓടുക. കന്യാകുമാരിക്ക് വിട്ടാലോ. ഹലോ കേസ്, അപ്പോൾ ഒരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാളുവിന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോവുകയാണ്. കുറേ നാളുകൊണ്ട് വിചാരിക്കണമെന്ന് മാളുവിന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് ഒരു ദിവസം എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് മാളുവിന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് ഡേ 1 ആണല്ലേ എൻ്റെ? അതെ, ഇന്ന് നമ്മുടെ ഡേ 1 ആണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഡേ 1 ആണ്. ഒരു 20 ദിവസത്തിനകത്ത് മാളുവിനെ സെറ്റാക്കണം. സെറ്റാവുമല്ലേ മാളു? എനിക്ക് കുറച്ച് ബേസിക് അറിയാം. കാരണം ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം വണ്ടി എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ഐശ്വര്യമായിട്ട് കാറെടുക്കാൻ പോവാണ്. അപ്പോൾ മാളു ഇതിൽ ക്ലച്ച് ബ്രേക്ക് ഏതൊക്കെയെന്ന് അറിയാവോ? ഏതൊക്കെയാണ്? ഇത് ആക്സിലേറ്റർ, ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക്. അപ്പോൾ അറിയാം, ബേസിക് തിങ്സ് ഒക്കെ അറിയാം. ഞാൻ അപ്പുറത്ത് കയറാം. അപ്പുറത്ത് ഇരുന്ന് ഓട്ടിക്കുന്ന ടാസ്ക്കാണ്. എന്തായാലും ആദ്യമേ ക്ലച്ച് കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല. ആദ്യമേ ക്ലച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈ നിൽക്കും തോന്നുന്നില്ല. അപ്പം ഞാൻ ഈ നടുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഓട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ തുടങ്ങാം. അപ്പോൾ ഗൈസ്, മാളുവിന് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എന്താവുമെന്ന് കണ്ടറിയാം. ഞാൻ തന്നെ ഗിയർ ഇട്ട് കൊടുക്കാം. ഞാൻ ഹാൻഡ് ബ്രേക്ക് എടുക്കുവാണ്. പതുക്കെ ബ്രേക്ക് വിട്. ബ്രേക്ക് ഒന്ന് പതുക്കെ വിട്ടെ. ആ വിട്ടെ. ഹാൻഡ് ബ്രേക്ക് ഫുള്ളും എടുത്തില്ല കേസ്. കഷ്ടപ്പെട്ട് മൂവ് ആയിരിക്കുകയാണ്. ഇങ്ങോട്ട് റോഡിന്റെ നടുക്കൂടെയാണ് കേസ് പോകുന്നത്. എനിക്കാണ് കേസ് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നെഞ്ച് പടപടാന്നൊക്കെ ഇരിക്കുകയാണ്. അവള് കൂളായിട്ടൊക്കെ ഇരിക്കുവാ, കണ്ടില്ലേ? ചിരിച്ചിരിച്ച് പടിയിലാക്കണ്ടത്. അവിടെ ഒരു വണ്ടി തിരിക്കുന്നുണ്ടോ? കണ്ടോ ഭർത്താവേ. ഒരു 2-3 ഡേയ്സ് ഇങ്ങനെ പോകുമ്പോൾ ഈ സ്റ്റിയറിംഗ് ഒരു പക്കാ ബാലൻസ് ആവും. എന്നിട്ട് ക്ലച്ച് കൊടുക്കാം. ഗിയർ ഞാൻ തന്നെ മാറാം. ക്ലച്ച് മാത്രം കൊടുത്ത് നോക്കാം. പയ്യെ പയ്യെ സ്ലോലി ആയിട്ട് ഓരോന്നും കൊടുക്കാം. ഈ സൈഡ് എപ്പോഴും നോക്കണം കേട്ടോ. എങ്കിലും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഈ എൻഡിൽ നോക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ ലെങ്ത് അറിയാൻ പറ്റും. ബാക്കിൽ നിന്നൊക്കെ ഫുൾ വണ്ടികൾ കിടന്ന് ഹോൺ അടിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഫുൾ വണ്ടികളാണ്. മാള് തന്നെ വളയ്ക്കുന്നുണ്ട്. അത്ര അങ്ങനെ കൈ വിട്ടോ, അങ്ങനെ ഫുള്ളും കറക്കി വരണ്ട. അല്ല, കൈ ഫുള്ള് ഒറ്റടിക്ക് കറക്കി വരണ്ട. കറക്കി വന്നിട്ട് അടുത്ത കൈ വിട്ടിട്ട് അടുത്തടുത്ത് പിടിക്കുക. ഈ കൈ ഫുള്ളായിട്ട് കറക്കാൻ പാടില്ല. എന്തെങ്കിലും നിർത്തിയാലോ? ഇവിടെ ഒന്ന് ഒതുക്കിക്കോ. അപ്പം ആ ഗാഡി ഇടിച്ചിട്ട് അകത്ത് കയറ്റരുത്. നിർത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല. തുടക്കം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിലും ഒടുക്കം അത്ര നല്ലതല്ല. ഡേ 2 പോണോ വേണ്ടയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഡേ 2 പോണം. പിന്നെ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. ഈ ഒരു ട്രാഫിക്കിൽ നിന്ന് പഠിക്കാനേ ഭയങ്കര കഷ്ടപ്പാടാണ്. എനിക്കും അങ്ങോട്ട് ബ്രേക്കിലോട്ട് കാല് വരുന്നില്ല. മാളൂന് ആ ബ്രേക്ക് അങ്ങോട്ട് കിട്ടുന്നുമില്ല. അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ ഞാനിരുന്ന് പേടിച്ചിട്ട് ബ്രേക്ക്. അയ്യോ, നമുക്കിനി എന്തായാലും ഡേ 2 ഉണ്ടോ? ഡേ 2 ഉണ്ട്. അപ്പൊ ഡേ 2 കാണാം ഗൈസ്. അപ്പൊ ഗൈസ്, ഡേ 2 ആണ്. ഇന്ന് കുറച്ച് ബേസിക് ടിപ്സ് ഒക്കെയാണ് മാളൂന് പറഞ്ഞു കൊടുക്കുന്നത്. ഡ്രൈവിങ് ഇന്നലെ ഓക്കെ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒക്കെ സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്. ഇനി ഒന്ന് കുറച്ചുകൂടി ഒന്ന് സ്പീഡിലാകുമ്പോൾ എങ്ങനെയൊന്ന് നോക്കണം. പിന്നെ ബ്രേക്കിംഗ് ഒട്ടും പോരാ. അപ്പം ഇന്ന് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിങ്ങും ആദ്യം സ്റ്റിയറിങ്ങും. ആദ്യം ഒന്ന് സ്റ്റിയറിംഗ് കുറച്ച് നോക്കിയിട്ട് നമ്മൾ ബ്രേക്കിംഗ് ആണെന്ന് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. പയ്യെ ബ്രേക്ക് കിട്ടോ കുറച്ച്. ഫുള്ള് അങ്ങനെ തിരിക്കണ്ട. ഈ സ്റ്റിയറിംഗ് എന്തിനാ അങ്ങനെ ഫുള്ളും തിരിക്കുന്നത്? കുറച്ച് തിരിച്ചാൽ മതി. നിർത്തോ, അല്ലെങ്കിൽ അങ്ങ് പോകൂലേ? ബ്രേക്ക് കുറച്ച് ചെറുതായിട്ട് സ്ലോ ആക്കി വേണം പോകാൻ. അത്രയും വളയ്ക്കണ്ട. നോത്തോ. ബ്രേക്ക് കയറ്റിച്ചോ. കാരണം വണ്ടി ഇവിടെ നിന്ന് വരുന്നുണ്ടോ? ഇവിടെ വണ്ടി കിടപ്പുണ്ട്, വണ്ടി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ബ്രേക്ക് ചവിട്ടേണ്ടി വരും. ഇൻഡിക്കേറ്റർ കേട്ടോ, ലെഫ്റ്റ് മേലോട്ട്. ഓക്കെ, ഗുഡ്. ബ്രേക്ക് കാല് വെച്ചോ. പിടിച്ചോ. ബ്രേക്ക് പിടിച്ച് നിർത്തണ്ട.
കിട്ടോ. അതുകൊണ്ട് നമുക്ക് ആദ്യം ആക്സിലേറ്റർ അല്ല നമുക്ക് ആദ്യം ആവശ്യം. നമുക്ക് ആദ്യം ബ്രേക്ക്, ക്ലച്ച്, വണ്ടി എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ വണ്ടി കൺട്രോൾ ചെയ്യണം. ബ്രേക്ക് നമ്മൾ ആദ്യം ഫസ്റ്റ് എപ്പോഴും നമ്മൾ ബ്രേക്ക് സെറ്റ് ആക്കണം, എന്നിട്ട് വേണം ആക്സിലേറ്ററിലോട്ട് സെറ്റ് ആകാൻ. കാരണം ആക്സിലേറ്റർ എല്ലാവർക്കും കൊടുക്കാൻ ഈസിയാണ്, പക്ഷെ ബ്രേക്കിംഗ് കൺട്രോളിൽ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ഞങ്ങൾ അടുപ്പിച്ചിരി കൂടെ ഒരു വലിയ റോഡിൽ കയറി. ആക്സിലേറ്റർ കൊടുക്കാൻ വരട്ടെ, വലിയ റോഡാണ്. എപ്പം വേണമെങ്കിലും ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ആ കണ്ണാടിയും കൂടെ നോക്കും വണ്ടി വരുന്നുണ്ടോ എന്ന്, എന്നിട്ട് വേണം ഇങ്ങനെ വളഞ്ഞ് കയറാൻ. ഈ കണ്ണാടി നോക്കുമ്പോൾ എന്തുമാത്രം ഈ റോഡിൻ്റെ ഇപ്പുറത്താണെന്ന് അറിയാൻ പറ്റും. ഈ കണ്ണാടി, ആ കണ്ണാടി, ഈ കണ്ണാടി, 3 കണ്ണാടി എപ്പോഴും നോക്കണം കേട്ടോ. ലൈറ്റ് കണ്ടോ, സിഗ്നൽ കണ്ടോ? പയ്യെ ബ്രേക്ക്, പയ്യെ ഒന്ന് കുറച്ചുകൂടെ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത്, ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്, അത്രേ ഉള്ളൂ. ഏറ്റവും ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, എല്ലാരും കൂടെ ഇപ്പൊ ഓണടിക്കാൻ തുടങ്ങി. പയ്യെ വിട്ടോ വിട്ടോ. ഇത് കണ്ടോ ഗൈസ്, ബ്ലോക്കിന്റെ ഇടയ്ക്ക് കൂടെയാ പോകുന്നത്. എനിക്ക് ഒരു പിടുത്തമില്ല എങ്ങനെ പിടിച്ച് നിർത്തുന്നത്. ബ്രേക്ക് ഫുൾ അവളുടെ കയ്യിലാണ്, ക്ലച്ച് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, പിന്നെ ഹാൻഡ് ബ്രേക്കും ഉണ്ട്. ഹസാർഡ് ലൈറ്റ് കൂടെ ഇടാം, അപ്പോൾ അവരെ അത് നോക്കിയെങ്കിലും കയറി പോകുമല്ലോ. കുറച്ച് റിസ്ക് എലമെൻ്റ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഓട്ടിക്കുന്നതിൽ, എന്നാലും കുഴപ്പമില്ല. അത് ഭയങ്കര സ്ലോ ആയി പോകുന്നത്. നമ്മൾ പോകുന്നുണ്ടോ 20-ലാണ് പോകുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും നോക്കും. അതെ അതെ, പക്ഷേ ഈ സൈഡിൽ കൂടെ നമ്മൾ പയ്യെ പോവാം, കുഴപ്പമൊന്നുമില്ല. ഇന്ന് വലിയ ഹെവി ട്രാഫിക് ഒന്നും ഇല്ലല്ലോ. നീ ആക്സിലേറ്റർ ഇത്ര കൊടുക്കണ്ട, കുറച്ച് കൊടുത്താൽ മതി. ബ്രേക്കും കൂടെ ഓർമ്മിച്ചോ, ആക്സിലേറ്റർ മാത്രം കൊടുക്കാൻ അറിയാം. സ്റ്റിയറിംഗ് ഏകദേശമൊക്കെ ഓക്കെ ആവുന്നുണ്ട്. ഫസ്റ്റ് ഡേ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇന്ന് ഓക്കെയാണ്. ബ്രേക്കിംഗ് ആണ് വിഷയം. ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്. നമുക്കിനി കുറച്ച് ബ്രേക്ക് പിടിച്ച് പഠിപ്പിക്കാം. ആ പോസ്റ്റിന് മുന്നായിട്ടൊന്ന് നിർത്തിക്ക്. ഓക്കെ കേട്ടോ, അടുത്ത് ആ മതിലിന് മുന്നായിട്ടൊന്ന് നിർത്തിക്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഡ്രൈവിങ് അങ്ങ് നിർത്താം. ഇവിടെ എവിടെ ഒന്ന് സൈഡാക്കി എന്നുള്ളത്. അപ്പം നമുക്കിനി നാളെ കാണാം ഗൈസ്. അപ്പം ഗൈസ്, ഡേ 3 ആണ് ഇന്ന്. മാളുവിൻ്റെ മാസ്പരിയ ഡ്രൈവ് അവസാന ദിവസമല്ല, പഠിച്ചേർന്നോ, മാറത്തരട്ടെ, എപ്പുറത്തിരിക്കട്ടെ. അപ്പം ഇന്ന് മാളുവിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെൽ ഡെവലപ്ഡ് ആയിട്ട് കാണുമെന്നാണ് നമ്മുടെ വിശ്വാസം. സ്റ്റിയറിംഗ് അപ്പുറത്ത് വണ്ടി വരുന്ന കണ്ടായിരുന്നോ മാളു നീ? പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, 2 സൈഡ് നോക്കണം മാളു. എന്തിനാ മാളു ഇത്ര ഇങ്ങനെ കയറി പോകുന്നത്? ഈ മിറർ നോക്കുന്നുണ്ടോ? ഏത് അപ്പുറത്തെ വഴിയാ? സെന്ററിലെ ഒതുങ്ങിയല്ലേ പോവാണല്ലേ. ബ്രേക്ക് 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 അപ്ലൈ ബ്രേക്ക് അപ്ലൈ. കുഴപ്പമില്ല, പോട്ടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഡ്രൈവിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അത്യാവശ്യം ഓട്ടിച്ചിട്ടുണ്ട്, പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് നോക്കുന്നില്ല, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയല്ല, കാര്യം വണ്ടി നല്ല ട്രാഫിക് ഉണ്ട്, പാനിക്കായി. അതാണ്, ആ ഒരു മൊമെന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും നാളെ ശരിയാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ട്രോമയായി പക്ഷേ കുഴപ്പമില്ല, നമ്മൾ പഠിപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഡേ 4 ആണ്. ഞങ്ങളിത് ഇന്ന് ഇവിടെ ഒരു ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാളുവിന് ഇവിടെ ഇട്ട് ക്ലാസ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാളുവിന് ബ്രേക്കിംഗ് അത്ര സെറ്റായിട്ടില്ല. അപ്പോൾ ഇന്ന് ക്ലച്ചും കൂടെ കൊടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയോ നോക്കാം. പിന്നെ മാളു സൈഡ് നോക്കുന്നില്ല. ഇതൊക്കെയാണ് മാളുവിൻ്റെ ഡിഫക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബ്രേക്ക് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഗ്രൗണ്ടിൽ നിൽക്കുവാണ്. ഇന്നൊരു ഇതൊക്കെ സെറ്റാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡ്രൈവിങ് എങ്ങനെയുണ്ട് നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മാളു ഓട്ടിക്കുമ്പോൾ സൈഡ് സീറ്റ് ഇരിക്കുന്നുണ്ട്. ഇന്ന് മാളുവിന് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് മാളു തന്നെ എടുക്കാൻ വേണ്ടിയുള്ള ക്ലാസ് കൊടുക്കാം. അപ്പം മാളു ഇന്ന് ഫുൾ കൺട്രോൾ മാളുവിൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രലാണോ എന്ന് നോക്കണം. എങ്ങനെയാണ് ന്യൂട്രലാണോ നോക്കുന്നത്? ഇതിപ്പോൾ ഏത് ഗിയറിലാണ് കിടക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ന്യൂട്രലാക്കും? ക്ലച്ച് ചവിട്ടണം. ക്ലച്ച് ചവിട്ടിയിട്ടാണ് ഗിയർ ഇടാനുള്ളത്. അതാണ് ക്ലച്ച്. ന്യൂട്രലാക്കണം. ഓക്കെ, ന്യൂട്രലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് കണ്ടോ, ന്യൂട്രലാണെങ്കിൽ ഇങ്ങനെ പോവും. മറ്റേ ഗിയറിലാണെങ്കിൽ ഇങ്ങനെ പോകത്തില്ല. കണ്ടോ, ന്യൂട്രലാണെങ്കിൽ നടുക്കിങ്ങനെ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും.
ഇനി ക്ലച്ച് ചവിട്ടിക്കോ, ക്ലച്ച് ഫുൾ ചവിട്ടി, ഗിയർ ഇട്ടോ. ഫസ്റ്റ് പയ്യെ ഇട്ടാൽ മതി. ഇങ്ങനെ ഇങ്ങോട്ടാക്കിയിട്ട് ഗിയർ പിടിച്ചെടുക്കും. ഇത് മൊത്തം ഒരു ബ്രേക്ക് ചവിട്ട്. ആ ഓക്കെ, ബ്രേക്ക് ചവിട്ടിക്കോ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇതൊക്കെ ഉണ്ട്, ഇടിച്ച് കയറ്റരുത്. ക്ലച്ച് അങ്ങനെ വിട്ടാൽ മതി, ഹാഫ് ക്ലച്ച് വിട്ടാൽ മതി, അതിൽ വിട്ടാൽ മതി. ആ ഇനി വളച്ചോ, ബ്രേക്ക് ചവിട്ട്, വളച്ചോ. ആ വളച്ചോ, പയ്യെ റിലീസ് ചെയ്താൽ മതി. ആ അങ്ങനെ റിലീസ് ചെയ്താൽ മതി. ആ ഇനി നൂത്തോ. ആ നൂത്തോ. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലേ, തന്നെ ഓട്ടിക്കുന്നുണ്ട് കേസ്. നാടിന് പഴയതൊക്കെ ഓർമ്മയുണ്ട് തോന്നുന്നു. നാടിന് കാറോട്ടിക്ക് അറിയാം, അതാണ് സത്യാവസ്ഥ. എനിക്കിത് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ റോഡിൽ വരുമ്പോൾ ഉള്ള പേടിയാണോ വിളിച്ചോ, ഈ റോഡിൽ വരുമ്പോൾ ഉള്ള പേടിയാണോ എന്നൊരു സംശയം. പക്ഷെ റോഡിൽ ഓട്ടിക്കാനായിട്ടില്ല. വണ്ടി വരുമ്പോൾ ആള് ഭയങ്കര വീക്കാണ്. വണ്ടി വരുമ്പോൾ തിരിക്കുന്നില്ല. ഈ ഗ്രൗണ്ടിൽ വന്നപ്പം ആള് പക്ക. ഇത് ഹാഫ് ക്ലച്ച് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ മാളുവിനെ ഒറ്റയ്ക്ക് വിടാൻ പോവാ. ഞാൻ അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. മാളു എങ്ങനെയാന്ന് ഓട്ടിക്കുമെന്ന് നോക്കാം. മാളു എന്തുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടുക, ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അവിടെ വരുമ്പം കയറി പോകരുത്, അങ്ങോട്ട് പോകരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ തരാ. പോരാ, ക്ലച്ച് ചവിട്ടിയിട്ട് സ്റ്റാർട്ടാക്കാം. പയ്യെ പതുക്കെ എടുത്താൽ മതി, പതുക്കെ റിലീസ് ചെയ്താൽ മതി. ഒറ്റയടിക്ക് വിടുന്നുണ്ടോ? കേസ് ദേ പോകുന്നുണ്ട്. അപ്പം ആളെ ഓട്ടിക്കുന്നുണ്ട് കേസ്. പക്ഷെ ഇത് റോഡിൽ വരുമ്പോൾ അങ്ങോട്ട് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ആളെ ഒറ്റയ്ക്ക് ഓട്ടിക്കുന്നുണ്ട് കേസ്. ഞാൻ ഇവിടെ കൂടി ഇങ്ങനെയൊക്കെ ഓടിയൊക്കെ ഷോട്ട് എടുക്കുക. മാളു ഇനി അടുത്ത് റിവേഴ്സ് എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാം, അതാണ് നെക്സ്റ്റ്. അപ്പം മാളു നമുക്ക് റിവേഴ്സ് എടുക്കാൻ പഠിക്കാം. നേരെ അങ്ങ് പോകും, പെട്ടെന്ന് വിടരുത്, പതുക്കെ ക്ലച്ച് ചവിട്ടിയിട്ടേ, അല്ലെങ്കിൽ ന്യൂട്രലിടണം. സ്ലോലി അത്രേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാം. റിവേഴ്സ് ഫസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഏറ്റവും അങ്ങോട്ട് പതുക്കെ ക്ലച്ച് വിടും, പതുക്കെ. എന്നിട്ട് ഈ രണ്ട് മിറർ നോക്കണം. സ്റ്റിയറിംഗ് ചുമ്മായിട്ട് ഇങ്ങനെ വെട്ടണ്ട. പതുക്കെ ക്ലച്ച് വിട്ടോ, പതുക്കെ. റിവേഴ്സും ഓക്കെ എടുക്കുന്നുണ്ട്. റോഡിൽ വരുമ്പോൾ മാത്രമാണ് വിഷയമായിട്ട് മാറുന്നത്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ ഡേ 5 ആണ്. മാളുവിനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ ആ ഒരു വെൽ പെർഫോമൻസ് ഇല്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. അപ്പോൾ ഇന്ന് മാളുവിനെ റോഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പം വലിയ വണ്ടിയില്ലാന്ന് വിശ്വസിച്ചതേ റോഡ് കൊടുക്കുന്നുണ്ട്. പ്രഡിക്ഷൻ തെറ്റിക്കാതിരുന്നാ മതി. നല്ല രീതിക്ക് ഓട്ടിക്കുമെന്നുള്ള പ്രഡിക്ഷൻ അല്ലാതെ ഞാൻ കൊടുത്തത്. ഗിയർ ക്ലച്ച് ചവിട്ടി കേൾക്കണം, വണ്ടി പോകുന്നതാ വിചാരം. അതൊക്കെ കേട്ടോ. സ്റ്റിയറിംഗ് അത്ര തിരിക്കണ്ട. എന്തിനാ അത്ര തിരിക്കുന്നത്? വണ്ടി സ്ട്രെയിറ്റ് ആയിട്ടല്ലേ പോകുന്നത്. ആ കുറച്ച് തിരിച്ചാൽ മതിയല്ലോ. ആ സൈഡ് ലൈറ്റ് കൂടെ ഇട്ടേക്കാം. എക്സിലേറ്റർ കൊടുത്തോ കുറച്ച്. ഇനി ഞാൻ കോ ഡ്രൈവറാണ്. ഓൾവേസ് മാളുവിനൊന്ന് വണ്ടി അങ്ങ് കൊടുക്കും, ഓടിച്ചോ. പക്ഷേ ശ്രദ്ധിച്ച് ഓട്ടിക്കണം. ശ്രദ്ധയില്ലാതെ ഭയങ്കര ഇതാണ്, കെയർലെസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കിയോ, എങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നോക്കിയാൽ മാത്രമേ നമുക്ക് സൈഡ് കിട്ടത്തുള്ളൂ വണ്ടിയിൽ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോക്കണം. അപ്പോൾ വണ്ടിയിൽ ലെങ്ത് അറിയാൻ പറ്റും. അവിടെ നിന്ന് എടുക്കുന്നു. ബ്രേക്ക് കാല് വെച്ചോ. ഫസ്റ്റ് ടിപ്പ്, ഒരിക്കലും നിങ്ങൾ പാനിക്കാവരുത്. പാനിക്കായാൽ പോയി, പിന്നെ കയ്യിൽ നിന്ന് പോയി. എന്ത് സിറ്റുവേഷൻ വന്നാലും പാനിക്കാവേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടി നമുക്ക് കുറച്ച് പാടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എടുക്കത്തുള്ളൂ. മാളുവിൻ്റെ വീടെത്താറായി. ഇന്ന് മാളുവിൻ്റെ ഡ്രൈവിംഗ് ഏറെക്കുറെ ഓക്കെയാണ്. ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളതാണ് ഗിയർ ഇടുന്ന കുറച്ചുകൂടി ഒന്ന് വലിച്ചിടുന്നു, പതുക്കെ ഇടണം. പിന്നെ ബ്രേക്ക് കുറച്ചുകൂടെ സെറ്റായി വരുന്നേ ഉള്ളൂ. സ്റ്റിയറിംഗ് ഒക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. ബാക്കി ഇന്നത്തത് കണ്ടില്ലേ നിങ്ങൾ, ഇത്രയും അവിടെ നിന്ന്
ഇത്രയും ദൂരം മാള ഓട്ടിച്ചത്. മാളുവിൻ്റെ വീട്ടിൽ പോണ വഴി മാളു തന്നെയാണ് ഓട്ടിക്കുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെ ഡ്രൈവിംഗ് അതിൻ്റെ ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ഡേ 6 ആണ്. ഇന്ന് മാളുവിനെ ഹൈവേയിലാണ് ഓട്ടിക്കാൻ കൊണ്ടുപോകുന്നത്. ഹൈവേ ആണ്. അപ്പോൾ ഇന്ന് മാളുവിന് മാക്സിമം ഫുൾ ഗിയർ മാറാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. മാളു ഇപ്പം ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര പെട്ടെന്ന് മാള് പഠിച്ചു എന്ന് വരുമ്പോൾ. അൺബിലീവബിൾ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 30 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് പ്രതീക്ഷ. അത് ഇത്ര പെട്ടെന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാളുവിൻ്റെ ഡ്രൈവിങ് എങ്ങനെയാണെന്ന് നോക്കാം ഗേസ്. അപ്പോൾ ഗേസ് മാളു 4th ഗിയറിലാണ് ഓട്ടിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കുറേ ദൂരം പോവുകയാണ്. 2 സൈഡുകളൊക്കെ പോകുന്നുണ്ടോ? ഈ റോങ് സൈഡൊക്കെ കയറി പോവാ ഗേസ്. ഈ സൈഡിൽ കൂടെ ഒക്കെ കയറി വരുന്നു. റേസ് ആണ്. ആള് പ്രോ ആയി. ഇത്ര പെട്ടെന്ന് ഞാൻ ഗേസ് പ്രതീക്ഷയില്ല ഗേസ്. ഒട്ടും ഞാൻ പ്രതീക്ഷയില്ല. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇരിക്കുവാണ്. ഇത് എങ്ങനെ മാളു ഹൗ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കിട്ടി. അന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ലോ ആയിട്ട് ഗിയർ മാറാനൊക്കെ പഠിച്ചേ. ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്. അത് ഗേസ് പഠിച്ചത് 2017. അതിനുശേഷം കാർ ഓട്ടിക്കുന്നത് പിന്നെ അതിനുശേഷം കാർ ഓട്ടിക്കുന്നത് ഇപ്പോഴാണ്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ആ മൊമെന്റിലാണ് മാള് പിന്നെ അതിനുശേഷം കാർ ഓട്ടിക്കുന്നത്. 17 ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കാർ ഓട്ടിച്ചിട്ടില്ല. പിന്നെ അല്ലാതെ വേറെ എവിടെ ഇരുന്ന് ഓട്ടിക്കാൻ പറ്റുമോ? അത് ശരിയാ. അല്ല, ഇങ്ങനെ നമുക്ക് ആക്ട് ഒക്കെ ചെയ്യാമല്ലോ, സ്വപ്നത്തിലൊക്കെ ഓട്ടിക്കാമല്ലോ. നല്ല രീതിക്ക് ഹൈവേയിൽ ഓട്ടിക്കുന്നുണ്ട് ഗൈസ്, ലൈക്ക് എ പ്രൊഫഷണൽ. നമ്മൾ എന്തായാലും ഇന്നത്തെ ഒരു ഡ്രൈവിംഗ് ഇവിടെ നിർത്തുവാണ്. മാളു ഓൾമോസ്റ്റ് ഓക്കെയാണ്. നിങ്ങൾ കണ്ടില്ലേ, മാളുവിന് ഇനി അടുത്ത ഡേ 7 ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളുവിന് ഒറ്റയ്ക്ക് വണ്ടി കൊടുത്തു വിടുന്നു. അതാണ് മാളുവിൻ്റെ അടുത്തതും ഫൈനൽ ചലഞ്ച്. എക്സൈറ്റഡ് ഒക്കെ ആയിരിക്കും. തിരിച്ച് കാർ വരുമോ ഇല്ല ഇതൊക്കെ കണ്ടറിയ ഗേസ്. എന്റെ നെഞ്ചാണ് ഇരിക്കുന്നത്. അടുത്ത ദിവസം മാളുവിന് ഒറ്റയ്ക്ക് ഓടിക്കുന്നു. അതാണ് അടുത്ത ദിവസം. അപ്പം ഇന്നത്തെ നിർത്തുന്നു ഗേസ്. ഇന്ന് നമ്മുടെ 7th ഡേ ആണ്. ഇന്ന് അറിയാം ഗേസ് എന്തുവാന്ന്. മാളു ഒറ്റയ്ക്ക് ഓട്ടിക്കാൻ പോവാണ്. കണ്ടറിയാം. എന്താണ് മാളു? പേടിയാവുന്നു. പേടിച്ചിട്ട് കാര്യമില്ല. മാക്സിമം മാളുവിനെ ഒന്ന് കോൺഫിഡൻസ് ആക്കാൻ നോക്കാം. കുറച്ച് ദൂരം കൊടുക്കാം. ബാക്കി എങ്ങനെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ദൂരം കൂടെ പോവാം. ഇത്രയും നാളെ ജോമോ എടുത്തുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഓട്ടിക്കാൻ. ഇന്ന് ആരുമില്ല, എനിക്ക് ഇൻസ്ട്രക്ഷൻ തരാൻ ആരുമില്ല. ഞാൻ എങ്ങോട്ട് പോകുമെന്ന്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. വണ്ടി അപ്പം ഞാൻ എന്തായാലും ഗേസ് ബാക്കിൽ നിന്ന് വണ്ടിയിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. വണ്ടി പോകുന്നുണ്ട്. മാളും അങ്ങനെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഓട്ടിക്കുന്നു. ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. വണ്ടികളൊക്കെ ഹോൺ അടിക്കുന്നുണ്ട്. വളവൊക്കെ നൈസാ വളയ്ക്കുന്നുണ്ട് ഗൈസ്. എന്താണ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ആദ്യമായിട്ട് ഓട്ടിച്ചപ്പോൾ? ജോമോ ഇവിടെ അടുത്തുള്ളത് പോലെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ഓട്ടിച്ചു. പിന്നെ താൻ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കുറേ വട്ടം പോയല്ലോ, അപ്പോൾ ഞാൻ പേടിച്ചു. കാരണം തൊട്ടടുത്തൂടെ ഇപ്പം ഞാൻ ഇപ്പോൾ വന്ന് ഇടിക്കുമെന്ന് തോന്നുന്നു. മാളു 7 days കൊണ്ട് വണ്ടി ഒരു ഓട്ടിക്കാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്.
ബേസിക് മാളൂന് ബേസിക് കൊടുക്കുന്നുണ്ട്. ഈ പ്രാക്ടീസ് ചെയ്ത് മാളു സെറ്റ് ആക്കണം. നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ വൈഫിനെയൊക്കെ പഠിപ്പിക്കുക. എല്ലാവരും വണ്ടി അറിഞ്ഞിരിക്കണം. കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി അറിയുന്നത് അത്ര യൂസ്ഫുള്ളാണ്. പറയാനുള്ളത് ആദ്യം നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ബേസിക് എക്സ്പീരിയൻസ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ ശരിക്കും വഴക്ക് കിട്ടും. നിങ്ങളപ്പം ഗൈസ് നല്ലൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് നല്ല ബേസ് ഉണ്ടാക്കുവാണെങ്കിൽ ഓക്കെ. ഈ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ഒരു മേജർ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് വണ്ടി ഒന്ന് ഓട്ടിച്ച് വിടാൻ വേണ്ടി മാത്രം പഠിപ്പിച്ചു വിടും. പക്ഷേ അതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. മാളു ഇപ്പോൾ ഓട്ടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഹൈ ആയിരുന്നു. കാര്യം ഓരോന്നും പഠിപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു. ഗിയർ മാറുന്ന സിസ്റ്റം, വണ്ടി ഇരുന്ന് ഓട്ടിക്കുന്ന സിസ്റ്റം, സൈഡ് നോക്കുന്നില്ല, മിറർ നോക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ കാണുന്നത്. ഡ്രൈവിംഗ് സ്കൂളിൽ നമുക്കിപ്പം ചെറിയൊരു സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് കിട്ടും അവിടെ നിന്ന്. അതുകൊണ്ടാണല്ലോ നമ്മൾ റോഡ് എടുക്കുന്നത്, ഹെച്ച് എടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റിയറിംഗ് ബാലൻസ് ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ അംബാസിഡറിലാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അംബാസിഡറിൽ ഞാൻ ഈ സ്റ്റിയറിംഗ് ഒക്കെ ഫുൾ അങ്ങ് വിളക്കുമായിരുന്നു. എന്നിട്ട് തിരിച്ച് പെട്ടെന്ന് തിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബേസിക് നോളജ് ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. എന്തായാലും ഗെസ് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെയൊക്കെ മാക്സിമം പഠിപ്പിക്കുക. ആളുവിൻ്റെ ഡ്രൈവിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിത് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഗെസ്. അപ്പോൾ നിങ്ങളും എല്ലാവരും വൈഫിനെ പഠിപ്പിക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.